ഹായ് വ്യൂവേഴ്സ്, ഇതങ്ങനെ എനിക്ക് പറ്റിയ രണ്ടാമത്തെ അബദ്ധമാണ് കേട്ടോ. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് മേടിച്ചൊരു റിംഗ് ആയിരുന്നേ. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 499 ആയിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ഈ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയത്. ഈ ഒരു പ്രൈസിനുള്ള പ്രോഡക്റ്റ് ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിൻ്റെ സ്റ്റോണൊക്കെ ആണെങ്കിലും ജസ്റ്റ് ആവറേജ് ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസാണ്. അതായത് ഇത് കാണുമ്പോൾ അത്യാവശ്യം വലുപ്പം ഉണ്ടെന്ന് തോന്നുമെങ്കിലും നമ്മുടെ വിരലിലൊക്കെ ഇടുന്ന സമയത്ത് ഇതിന് വലുപ്പം കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടൊന്നും ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ ഒത്തിരി ബലം കൊടുത്തിട്ട് അത് വലിക്കുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് ഒരുപാട് ലൂസാക്കിയില്ല. ഒന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും ആണെങ്കിലും ഇതിൻ്റെ ഈ ഒരു പോർഷൻ വരുന്നത് റൗണ്ടിലല്ല, ഇങ്ങനെ പരന്നിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് വിരലിലിടുന്ന സമയത്ത് അടുത്ത വിരലിലും തട്ടും. അപ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ഡെയിലി ഒക്കെ ഇടാനായിട്ടൊന്നും പറ്റത്തില്ല. നമുക്ക് പൊതുവേ ഈ ഒരു പോർഷനൊക്കെ റൗണ്ടായിട്ട് വരുന്ന റിങ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെയർ ചെയ്യുമ്പോഴത്തേക്കിനും കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. ഇതങ്ങനെയില്ല. പിന്നെ ഈ ഒരു പ്രൈസിനുള്ള പ്രോഡക്റ്റ് ഇതുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളതില്ല. ഞാൻ ശരിക്കും അഡ്വർടൈസ്മെൻറ്റ് കണ്ട സമയത്ത് ഇതിന് നല്ല ഭംഗിയുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. 500 രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് ഒന്നും ഇല്ല. അവരുടെ പേജിൽ വേറെ ഒരുപാട് റിങ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. റൂഹ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നായിരുന്നു ഞാനിത് വാങ്ങിച്ചത്. റിട്ടേൺ ഓപ്ഷനൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പേജിൽ നിന്ന് ഈ ടൈപ്പ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കിനും ഇത് സൈസും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. നമുക്ക് അല്ലാത്ത ഇപ്പോൾ മാലയോ കമ്മലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ റിങ്ങൊക്കെ ആകുമ്പോഴത്തേനും സൈസ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ. ഇത് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാലും നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിൽ വരുമ്പോഴത്തേനും നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് നിൽക്കുന്നത്. നമുക്ക് വിരലുള്ളത് ഇറക്കാനായിട്ടൊക്കെ നല്ല പാടാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം റിട്ടേൺ പോളിസിയൊക്കെ ഉള്ളത് നോക്കിയിട്ട് വാങ്ങുക. അല്ലെങ്കിൽ നമ്മുടെ പൈസയും വെറുതെ പോവും. ഈ പ്രോഡക്റ്റ് നമുക്കൊട്ടും യൂസ്ഫുൾ അല്ലാതെ വരികയും ചെയ്യും. ഇതാണ് ഈ പ്രോഡക്റ്റ് കയ്യിലിടുമ്പോൾ ഇതുണ്ടോ, സൈഡ് പോർഷനിൽ ഇങ്ങനെ തട്ടുന്നുണ്ട്. പിന്നെ അകത്ത് ഇതിങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, നമുക്കിത് കുറച്ച് സമയം ഇടുമ്പോഴത്തേക്കിനും കൈയൊക്കെ നന്നായിട്ട് വേദന എടുക്കും. ഇപ്പോൾ ഇത് കുറേയും കൂടെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാലും ഇവിടെ ഒരു റിങ് സൈസ് കറക്റ്റ് അല്ല. അതാണ് മെയിൻ പ്രശ്നം വരുന്നത്.